മുസ്തഫ, ഞാൻ ഇറങ്ങണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കയ്യിൽ നിന്ന് 32 രൂപ ചെലവാക്കി ഒരു തെണ്ടയെ കൊണ്ട് എഴുതിച്ച ബോർഡാണ്. കാശ് പോയോ? അയാളെ കാണുന്നുമില്ല. ഇനി ഇത് ജോൺ ഫെർണാണ്ടസ് എന്ന് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ജോൺ ഫെർണാണ്ടസ് ഫ്രം അമേരിക്ക. അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ. വാസുണ്ണപ്പഴ പേര് മാറ്റിയത്? ഒന്നും മാറ്റിയിട്ടില്ല. നീ ഇട്ട് മാറ്റാനും ശ്രമിക്കണ്ട. അല്ല, മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പേര് ഈ ശരീരത്തിനെടുത്ത പൊങ്ങണ്ടേ? നീ എടുക്കാൻ വേണ്ട പൊക്കാൻ വേണ്ട പോടെ. ആരാ വാസുണ്ണ അമേരിക്കന്ന് വരുന്നത്? എന്റെ ആർക്കും അമേരിക്കന്ന് വന്നൂടെ? അതല്ല വാസുണ്ണ. ആരാ വരുന്നത്? എന്റെ മുതലാളി ഒരു സുഹൃത്ത് സായിപ്പ് അമേരിക്കന്ന് വരുന്നു. എന്താ? അപ്പൊ ഓട്ടം നമുക്ക് തന്നെയല്ലേ? ഓട്ടം നിന്നെ എന്നാ? എന്താ വാസുണ്ണ എന്നോട് പിണക്കം? വേണ്ട, നീ കൂടുതൽ പതപ്പിക്കണ്ട. ഇന്നാള് വന്ന സായിപ്പിന്റെ ഓട്ടം തന്നിട്ട് നീ പുതപ്പിച്ച് കിടത്തിയവനാ. ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ എഴുന്നേറ്റ് അറിയാം. അയ്യേ, ആ സായിപ്പോ വൃത്തിയേട്ടവൻ. സ്വന്തം കൈകൊണ്ടാ ബീഡി പോലും തെറുത്തു വലിക്കുന്നത്. സായിപ്പ് സ്വന്തം കൈ കൊണ്ട് ബീഡി നിർത്ത് വലിച്ചെന്നോ? എടാ മഹാ ടാക്സി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കള്ളം പറഞ്ഞ നിന്റെ തല ഇടിത്തി വീഴും. അയ്യോ വാസുണ്ണ, ഞാൻ സത്യം പറയണേ. ഇല്ലെങ്കിൽ വാസുണ്ണന്റെ അകത്തൊന്നുമില്ല, ഈ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. എന്റെ തല പൊട്ടിത്തെറിച്ചോന്നോ? സായിപ്പ് മാതാമേ, സായിപ്പ്. എടാ ഉണ്ണിയാ, ബോർഡിംഗ് ബോർഡിംഗ് തരാൻ. Excuse me, are you Mr. John Fernandez from America? No. Then you are Mrs. John Fernandez from America. I'm not John Fernandez. Go, man. I'm sorry. Simply. നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരല്ല. പോയി വണ്ടി തള്ള. Excuse me. സായിപ്പ് മാത്രമുള്ള മതാമല്ലേ? സായിപ്പും മദാമേ, സായിപ്പും കുഞ്ഞുങ്ങളും ഉണ്ട്. കോടീശ്വര ഫാമിലിയാ. പക്ഷെ ഈ ട്രിപ്പിന് വേണ്ടി നീ നിന്ന് മഞ്ഞു കൊള്ളണ്ട. നീ നിന്റെ ചടാക്ക് വണ്ടിയിൽ ദരിദ്രവാസികളും കയറ്റി പോടെ. ഞാൻ പൊക്കോളാം. ഇതും പൊക്കി പിടിച്ചു നിന്നിട്ട് കോടീശ്വര ഫാമിലി കണ്ടില്ലല്ലോ. വരും. എപ്പോ? ഇപ്പൊ ട്രെയിൻ പോകുന്നു. ജോൺ ഫെർണാണ്ടസ്. ജോൺ അമേരിക്ക എന്നുള്ള ഫെർണാണ്ടസ്. കണ്ടില്ലല്ലോ. സോറി. ആളെ കണ്ടില്ലല്ലേ? കോടീശ്വര ഫാമിലി അല്ലേ? ഹെലികോപ്റ്റർ ആയിരിക്കും വരണത്. ബോർഡ് ആകാശത്തേക്ക് പൊക്കി പിടിച്ചത് ഇങ്ങനെ നിന്നോ? നീ വന്ന് ഇടകോലിട്ടപ്പോഴേ എനിക്ക് തോന്നിയ ആള് മിസ്സാകുമെന്ന്. ഈശ്വര, മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും. ഈശ്വര, മുതലാളി അറിയണേ, ഇയാളുടെ പണി പോണേ. ഹലോ, ആരെ? Yeah, yourself. Watcher Vasu? Yes, sir. Well, I'm... ജോൺ ഫെർണാണ്ടസ്. Yeah, from America. ഇപ്പൊ എങ്ങനെയുണ്ടറാ? ഇത് സായിപ്പാ? എന്താ സംശയമുണ്ടോ? ആഫ്രിക്കയിൽ നിന്ന് വരുന്നതായിരിക്കും. കണ്ടിട്ട് ഈദി അമീനെ പോലെ ഉണ്ട്. ആമിനാണേലും ആഫ്രിക്കൻ കാപ്പിരിയാണേലും ആളെ കിട്ടിയല്ലോ. അല്ല, നീ എന്തിനാ ചുറ്റി കിടക്കുന്നത്? അല്ല, ഓട്ടം. അതിനെന്റെ അനുവാദം വേണോ? ഓടി തള്ളടാ. Why are you murmuring? അല്ല, ഇയാളെന്തോന്നായി പറഞ്ഞത്? ഈ ചെറ്റ എന്താ പൊറുവർക്കണെന്ന് അദ്ദേഹം ചോദിച്ചതാ. സർ, ഐ ആം എ ചെറ്റ. ഇയാൾ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? I told him that you are looking very smart, sir. Is it? Yeah. Thank you. Most welcome, sir. What's your name? Unni. Unni. Not Unni, Unni. Unni. Verum taxi driver. Only taxi driver. I see. It's nice. Thank you. Let's go. Oh, please come, sir. ഇവന്റെ കാറിൽ പോവാനോ? ഇവൻ ആളത്ര ശരിയല്ല. വേറെ കാർ വരും. അതർ കാർ കം, വി ഗോ ദാറ്റ് കാർ. ഹി വേണ്ട ഗോ. Why can't we go by his car? എന്തൊക്കെയാ പുളുന്താൻ പറയുന്നു? ഒന്നും മനസ്സിലായില്ലേ? വാസുണ്ണൻ കൂടുതൽ സംസാരിക്കണ്ടെന്ന്. എന്റെ കാറിൽ തന്നെ സാറിന് പോയാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ അല്പം പിടിപ്പുകളുള്ളത് കൊണ്ട് തൽക്കാലം നീ ജയിച്ചു. ഈ അവിഞ്ഞ സായിപ്പിനെയും കൊണ്ടുള്ള നിന്റെ ആദ്യത്തെ ഒടുക്കത്തെ ഓട്ടമായിരിക്കും ഇത്. പാട്ടല്ല, പൂട്ട്. ഒന്ന് വാവേ പാടാൻ. കംസർ. കംസനോ? കയ്യെടുക്കണോ? അടിച്ചോണ്ടിരിക്കല്ലേ? ആ പോക്കുണ്ടില്ലേ? റോഡവന്റെ തന്തയുടെ വഴിയാണെന്നാണ് വിചാരം. അടിച്ചവന്റെ പല്ല് തെറിപ്പിക്കണം. അവനും 2 ചാവാലി കുതിരകളും. തമ്മാടി യവനെ സാറേ, യവൻ. ഈ ക്നാപ്പരോട് മലയാളം പറയുന്ന സമയം കൊണ്ട് അവൻ 2 പൊത്തുപൊത്താം.
കാളിയപ്പൻ. നീ എന്താടാ പറഞ്ഞത്? എന്താടാ പറഞ്ഞത്? അല്ല, കുതിരയെ കൊഞ്ചം തോരമായിട്ട് നിർത്താൻ പറഞ്ഞ. ഇല്ലെന്നാ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നെ കഴിവരുടെ മോനെന്ന് കൂപ്പിടും. അങ്ങനെ ഞാൻ വിളിക്കുവോ? അയ്യോ, എന്നെ പൊട്ടരുത്. ഒരു വാട്ടി കൂടെ വിളിക്കേ. നിർബന്ധമാണെങ്കിൽ വിളിക്കാം. കഴിവരുടെ മോനെ. വിട്ടിടുങ്ങണ്ണ, വണ്ടിക്കുള്ളൊരു VIP ഇருக்கு. വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവരാം. இவனுக்கு வக்காலத்து சொல்றதுக்கு நீ யாரா? இந்த காளியப்பனை கழுவரிட மோனன்னு கூப்பிட ஒரு தண்டியும் வரல. Who is that man? He's a ladder. What? കുതിരയ്ക്ക് ലാട ഒടിക്കുന്നവനാ. നാച്ചപ്പർ അവിടെ ഒറ്റ കുത്തിന് ഒന്നിച്ച് ജയിലിൽ പോയതാ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. ഈ കൂതറ കണാറിനോട് മലയാളം പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിലാവണ്ടേ? ഹീസ് എ ബോൺ ക്രിമിനൽ സർ. വണ്ടി വിടേ. വാൻ കിഴിവിഞ്ഞ്. ബ്രേക്ക് ഒന്ന് മയത്തി ചവിട്ടിക്കൂടെ? എനിക്ക് സൗകര്യമില്ല. ഗേറ്റ് വർക്ക് വാച്ച്മാൻ. എന്തിനാടേ കൊണകൊണാന്ന് അടിക്കുന്നത്? തുറക്കില്ലേ? ഇതും തുറക്കണോ? ഗേറ്റ് തുറക്കില്ലേ എന്ന് വേഗം. എനിക്കറിയാം എങ്ങനെ ഈ തണ്ടയില്ലായ്മ കാണിക്കുന്നു. അവന്റെ വണ്ടി കയറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ. എരണകെട്ടവൻ മഹാഭാവി. ഇങ്ങോട്ട് വാടാ ടാക്സി പിശാചെ. എന്ത് തെമ്മാടിത്തരോടാ പുല്ലേ നീ കാണിച്ചേ? അയ്യോ, ചേട്ടൻ കേറിയില്ലേ? ഓടി വന്നേ? അല്ല, പറന്നാ വന്നേ. അതാ ഞാൻ നോക്കിയപ്പോ കാണഞ്ഞേ. മതി മതി നിന്റെ സേവനം. വേറെ സ്ഥലം വിടാൻ നോക്ക്. സ്ഥലം വിടണം വേണ്ടെന്നൊക്കെ സായിപ്പ് പറയട്ടെ. സായിപ്പാര് നിന്റെ അച്ഛനോ? കുറെ നേരം ഞാൻ ശ്രമിക്കുന്നു. തന്റെ സാഹിബിനെ കൊത്തിക്കൊണ്ട് ഞാൻ പറക്കാനൊന്നും പോണില്ല. ഇവിടെ വരെ ഓടിയന്റെ ദുട്ട് തന്നെ പൊക്കോളാം. എത്രയാ നിന്റെ തുട്ട്? 120. 120 രൂപയോ? ആ. ഈ ചക്കട വണ്ടി കയറി ഇത്ര വരെ വന്നതിന് നീ എനിക്കിങ്ങോട്ട് കാശ് തരണം. കാശ് മാത്രമല്ല തരാൻ ഞാൻ. അടിക്കാൻ പോണോ? അടിയടാ നീ, അടിയടാ നീ. What's the matter? ഓ, ഈ പണ്ടാരം എന്തിനാ ഇംഗ്ലീഷ് കുരയ്ക്കുന്നേ? നീ എങ്ങോട്ട് വരണം? ഞാൻ പോവില്ല. ഞാൻ എന്തോ നീ നോക്കുന്നത്? പച്ചപ്പുല്ല് കണ്ടിട്ടില്ല. മതി മതി നോക്കിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ തെണ്ടിയുടെ വണ്ടി കയറണ്ടെന്ന്. കേട്ടോ? ഓ, ഈ ക്ലാപ്പിന് മലയാളം അറിയത്തില്ലല്ലോ. തല്ലണ്ട, ഞാൻ തല്ലിക്കോളാം. സാർ, നീ മിണ്ടരുത്. 250 rupees ടാക്സി ചാർജ്. കള്ളത്തരം പറഞ്ഞ് കാശടിച്ചെടുക്കാൻ നോക്കിയണ്ടല്ലോ. ഞാൻ ആകെ 120 രൂപയല്ലേ ചോദിച്ചോളൂ. എടാ, എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്, എന്റെ മുതലാളിയുടെ ഫ്രണ്ടായ കരിമാട സായിപ്പ് ഞാൻ തട്ടിക്കും വെട്ടിക്കും. അതെന്റെ മിടുക്ക്. അത് ചോദിക്കാൻ നീ ആരാ തെണ്ടി? അങ്ങനെ എന്റെ പേര് പറഞ്ഞ് കാശടിച്ച് താൻ മിടുക്കനാവും നോക്കണ്ട. മനസ്സിലായോ? സാർ, ആക്ച്വലി ഐ ആസ്ക്ഡ് ഹിം 120 rupees only. That means 120 രൂപ അല്ലേ? സാറ് മലയാളിയാണല്ലേ? പിന്നെ കോട്ടയത്തുകാരൻ ഫെർണാണ്ടസിന്റെ മോൻ അമേരിക്കയിൽ പോയ മലയാളി അല്ലാണ്ടാവൂ. ആകോ വാസു? പ്ലാറ്റ്ഫോറത്തിൽ വെച്ച് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി സാറ് മലയാളിയാണ്. ഓ. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഓരോ നമ്പറുകൾ ഇറക്കി വരികയായിരുന്നു. പക്ഷെ സാറ് മനഃപൂർവ്വം പിടിയൊന്നുമില്ല. കംപ്ലീറ്റ് പൊളിഞ്ഞ്. ഇനി കിടന്നുരുളണ്ട. താൻ പ്ലാറ്റ്ഫോറത്തെ വെച്ച് എന്നെ കണ്ട് മുഖം ചൊളിച്ചപ്പോഴേ ഞാൻ കരുതി താൻ തരികിടയാണെന്ന്. കാപ്പൻ, കാട്ടുമാക്കൻ, കരിമാടൻ, പിന്നെന്താ ഉളുന്താൻ. പുളുന്താൻ. എത്രത്തോളം പോകുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാർ എന്നെ അളക്കുമായിരുന്നല്ലോ. ജോൺ ഫെർണാണ്ടസ്. ആറ്റിക്കളഞ്ഞാലോ അളന്ന് കളയണമെന്നല്ലോ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ 120 എന്ന് പറയുന്നത് 250 ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു 150 വരെയൊക്കെ ആകാം അല്ലേ ഉണ്ണി? അതെ, അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. മിസ്റ്റേക്ക്. സോറി. കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. നോ. പോയ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് നോക്കണോ? പെട്ടി ഗോ മാൻ. നീങ്ങുവാ. Well done, Mr. Unni. I appreciate you. ഈ സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സാർ. I am impressed. ഞാൻ ഇവിടുന്ന് പോകുന്നവരെ നീ ആയിരിക്കും എന്റെ ഗൈഡ്. ഇതായിക്കൂടെ? മോസ്റ്റ് വെൽക്കം സാർ. എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാനൊരു 7 മണി വരെ ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലുണ്ടാവും. സ്വന്തം സ്റ്റുഡിയോ? സ്വന്തമൊന്നുമല്ല, കുരിയച്ചെന്ന് പറഞ്ഞ ഒരാളുടെ. പുള്ളിക്കാരന്റെ ടാക്സി. എന്റെ വെപ്പും കൂടി തീറ്റൊക്കെ അവിടെ തന്നെയാണ്. വാസൊന്നും അറിയാം. ഓ, അപ്പൊ താൻ ഡ്രൈവറാ? അതെ. അങ്ങനെ തോന്നിയില്ല കേട്ടാ. ഊട്ടിയല്ലേ സാർ, ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ഇത് വെച്ചോ. എന്റെ ചേഞ്ച് ഉണ്ടാവും വഴിയില്ല. വെച്ചോളൂ, ഇനി വരുന്ന ഓട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഉവ്വ്.